അങ്ങനെയുള്ള സ്ത്രീകളെ രണ്ടുപേരെയും കൊണ്ട് പിണറായിയുടെ പോലീസ് നേരെ ശബരിമലയിലേക്ക് അന്ന് ആദ്യം കയറി തടഞ്ഞ് ഞാനും ഞാനാണ് ആദ്യം തടഞ്ഞത്, ബ്ലോക്ക് ചെയ്തു. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ അതിർച്ചയായും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എത്തി. അവസാനം ഒരു തരത്തിലാണ് വലിയ സംഘർഷത്തിൽ ഒഴിവാക്കി അന്ന് ആ പ്രശ്നം അവസാനിപ്പിച്ചത്. അതിൽ പൂർണ്ണ വിജയം നേടാത്ത പിണറായി വിജയൻ അന്ന് മുതൽ ശബരിമലയോട് ശത്രുത തീർക്കാൻ നിൽക്കുകയാണ്. കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിക്കുകയാണോ എന്നാണ് എനിക്ക് സംശയം. ശബരിമലയാണ് ഇപ്പോൾ വിഷയമായിരിക്കുന്നത്. ശബരിമലയിൽ ഈ കാണുന്ന തിക്കും തിരക്കും എല്ലാം ഒഴിവാക്കാൻ സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. മണ്ഡലകാലം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി മകരവിളക്കിനായി നട തുറക്കും. പക്ഷേ ഇക്കഴിഞ്ഞ നാളുകളിൽ അത്രയും സർക്കാർ എന്താണ് അവിടെ ചെയ്തതെന്ന് പൊട്ടിത്തെറിച്ച് ആഞ്ഞടിച്ചിരിക്കുകയാണ് ജനപക്ഷം നേതാവ് പി.സി. ജോർജ്. പി.സി. ജോർജിനെ എല്ലാവർക്കും ഏറെ ഇഷ്ടം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പി.സി. ജോർജ് പറയുന്നതിൽ ഏറെ കാര്യങ്ങളും ഉണ്ടാകും. ആദ്യം അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് പോലും പലപ്പോഴും പി.സിയുടെ ചില നിലപാടുകൾ അംഗീകരിക്കേണ്ടി വന്ന സ്ഥിതിഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു പി.സി. ജോർജ്, അതും ശബരിമല വിഷയത്തിൽ. ശബരിമലയിൽ ഈ പ്രശ്നങ്ങളെല്ലാം പിണറായി വിജയൻ സൃഷ്ടിക്കുകയായിരുന്നു എന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നതിന്റെ ആകെത്തുക. ശബരിമലയിൽ 2 സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു. എന്നാൽ താനടക്കം എല്ലാവരും ചേർന്ന് അതിനെ ഉപരോധിച്ച് പ്രതിഷേധിച്ച് ഇല്ലാതെയാക്കി കളഞ്ഞു. അതിന്റെ പക തീർക്കുകയാണ് പിണറായി. ശബരിമല എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പി.സി. ജോർജ് വിശദീകരിക്കുന്നുണ്ട്. സാധാരണ ശബരിമല സീസൺ അടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ ആ ഭാഗത്തുള്ള പഞ്ചായത്തുകളുടെ മേലധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും MLA-മാരും ഒക്കെ അടങ്ങിയ ഒരു യോഗം ചേരുമായിരുന്നു. അവിടെ എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടതെന്നും അതിന് എന്തൊക്കെ വേണമെന്നും പഞ്ചായത്തുകൾ ഏതിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമെല്ലാം ആ യോഗത്തിൽ വിശദീകരിക്കുമായിരുന്നു. ഓരോ പഞ്ചായത്തുകളും ശബരിമല സീസൺ യാതൊരു പ്രശ്നവുമില്ലാതെ കടന്നു പോകുവാൻ വേണ്ടിയുള്ള സാധന സാമഗ്രികൾ സജ്ജീകരിക്കുന്നതിനായി 30 ലക്ഷം രൂപ വരെ നൽകിയ ചരിത്രമുണ്ട്. അയ്യപ്പ സേവാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ അവിടെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷെ ഇക്കുറി അതെല്ലാം വേണ്ടെന്ന് വെച്ചു. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? പിണറായി വാശി തീർക്കുകയാണ്, ശബരിമല ഇല്ലാതെയാക്കുകയാണ്, തകർക്കുകയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം. പി.സി. ജോർജ് വിശദീകരിക്കുകയാണ് ഈ കാര്യകാരണങ്ങളൊക്കെയും. നമ്മുടെ ശബരിമല നമുക്കറിയാം, പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല മണ്ഡലകാലം കഴിഞ്ഞു. ആ മണ്ഡലകാലം ശബരിമല തീർത്ഥാടനം ഒരു വലിയ പരാജയമായി മാറി. ആ മണ്ഡലകാലം ഇന്ന് അവസാനിക്കുക, ഇന്ന് നടയടയ്ക്കും. 30-ാം തീയതി വീണ്ടും നട തുറന്നാൽ അതോടുകൂടി മകരവിളക്കിൻ്റെ സീസൺ തുടങ്ങുക. അടുത്ത 20-ാം തീയതി ജനുവരി 20 വരെ. അപ്പം മണ്ഡലകാലത്ത് ഈ പരാജയമാണെങ്കിൽ മകരവിളക്ക് സീസണിൽ വരാൻ പോകുന്ന പരാജയം എത്ര വലുതാണെന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്ന കാര്യം. ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ പമ്പയിൽ സമീപ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും MLA-മാരെയും ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ശബരിമലയായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി വിശദമായി ചർച്ച നടത്തി കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുമായിരുന്നു. ആ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന ശബരിമല സീസൺ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എത്രയോ വർഷം ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിന് സമയം കിട്ടില്ല. അദ്ദേഹം വഴിനീള യാത്രയായിരുന്നു, എയർ കണ്ടീഷൻ ബസ്സിലുള്ള യാത്രയായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ശബരിമലയെ പറ്റി ഓർക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ശബരിമല എന്ന് കേൾക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് വലിയ മനപ്രയാസമാണ്. ഈ ശബരിമല തീർത്ഥാടനം ഒരു പരാജയമാക്കണമെന്ന് വളരെ നിർബന്ധം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹമാണ് ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ്
രണ്ട് സ്ത്രീകളെ, അതും നല്ല സ്ത്രീകളല്ല എന്ന് നിങ്ങൾക്കറിയാം, ഞാൻ ആരെയും കുറ്റപ്പെടുന്ന സ്ത്രീകളെ പറ്റി മോശം പറയാൻ അവകാശമില്ല. പക്ഷെ അവരുടെ ജീവിത രീതി അനുസരിച്ച് ശബരിമല കയറാൻ യോഗ്യരല്ല. അതാണ് പ്രശ്നം. 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ രണ്ടുപേരെയുണ്ട് പിണറായിയുടെ പോലീസ് നേരെ ശബരിമലയിലേക്ക്. അന്ന് ആദ്യം കയറി തടഞ്ഞ് ഞാനും ഞാനാണ് ആദ്യം തടഞ്ഞത്, ബ്ലോക്ക് ചെയ്തു. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ അതിർച്ചയായും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എത്തി. അവസാനം ഒരു തരത്തിലാണ് വലിയ സംഘർഷത്തിൽ ഒഴിവാക്കി അന്ന് ആ പ്രശ്നം അവസാനിപ്പിച്ചത്. അതിൽ പൂർണ്ണ വിജയം നേടാത്ത പിണറായി വിജയൻ അന്ന് മുതൽ ശബരിമലയോട് ശത്രുത തീർക്കാൻ നിൽക്കുകയാണ്. കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിക്കുകയാണോ എന്നാണ് എനിക്ക് സംശയം. ഇത് വളരെ മോശം ഇടപാടാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ശബരിമല സീസൺ ഞാൻ പറഞ്ഞല്ലോ, മകരവിളക്ക് നോക്കണം, മണ്ഡലകാലം മുഴുവൻ നശിപ്പിച്ചല്ലോ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എരുമേലി കേന്ദ്രീകരിച്ച് ഈ ശബരിമല സീസണിൽ വലിയ കമ്മിറ്റി കൂടും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ എരുമേലി വെച്ച് കൂടുന്നതെന്ന് വെച്ചാൽ എരുമേലിയാണ് ബാബരി പള്ളി. അവിടെയാണ് അയ്യപ്പ ഭക്തന്മാർ വന്ന് ശിവക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച് നേരെ നമ്മുടെ ബാബരി പള്ളി കയറി നെയ്ത്തേങ്ങ ഉടച്ച് നേർച്ച കാഴ്ച സമർപ്പിച്ച് പേട്ട കെട്ടി ക്ഷേത്രത്തിൽ പോയി കുളിച്ച് അവർ നേരെ ശബരിമലയിലേക്ക് പോകും. അതൊരു വലിയ ചടങ്ങാണ്. പേട്ട കെട്ടുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കമ്മിറ്റി കൂടും. ആ കമ്മിറ്റി MLA നേതൃത്വത്തിലാണ് കൂടുന്നത്. ഏതെങ്കിലും മന്ത്രിമാരെ വിളിക്കും, മന്ത്രിമാരും വരാറുണ്ടായിരുന്നു. അവിടെ ബാബരി പള്ളിയുടെ പ്രസിഡന്റും അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളും ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും അവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു കൂട്ടി അവരുടെ നേതൃത്വത്തിലാണ് ഇതുണ്ടാക്കുന്നത്. ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് കൊടുക്കും. അദ്ദേഹം കൺവീനർ എന്ന നിലയിൽ എരുമേലിയിലെ മുഴുവൻ ഇതിൻ്റെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാം നന്നാക്കി കൊണ്ടുപോയിരുന്നതാണ്. വിശുദ്ധ സേനയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ വിശുദ്ധ സേനയ്ക്കും സർക്കാരിൻ്റെ പണം കൊടുക്കും. എന്ന് മാത്രമല്ല, ശബരിമല സീസൺ തുടങ്ങുമ്പോൾ ആ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ ഒട്ടും കുറവ് വരുത്തരുതെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി സർക്കാർ തന്നെ പഞ്ചായത്തുകൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതും നമ്മുടെ കാലത്താണ് തുടങ്ങിയത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ തന്നെയാണ് കുമളി അവിടെ വെച്ച് ഈ പണം കൊടുക്കണം എന്ന് പമ്പ വെച്ച് ആവശ്യപ്പെട്ടത്. അന്ന് 30 ലക്ഷം രൂപയാണ് എരുമേലി പഞ്ചായത്ത് കൊടുത്തത്. അങ്ങനെ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, പീരിമടി 3 നിയോജകമണ്ഡലങ്ങളിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പഞ്ചായത്തുക്ക് പണം കൂടെ കൊടുത്ത് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം നിർത്തിക്കളഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശബരിമലയിൽ പരിണതപ്രജ്ഞരായ പോലീസുകാരെയാണ് നിയോഗിക്കുന്നത്. 18ാം പടി കയറുമ്പോൾ ആ 18ാം പടി കയറുന്ന അയ്യപ്പ ഭക്തന്മാരെ പിടിച്ചു കയറ്റാനല്ല പറ്റുകയല്ല, അതുപോലെ കിടക്കല്ലേ. വളരെ ട്രെയിൻഡായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നിരുന്നത്. ഇത്തവണ പോലീസ് വേഷം കെട്ടിയ ഡിവൈഎഫ്കാരനെ കാക്കിയിട്ടുകൊണ്ട് അവിടെ നിന്ന്. പിന്നെ എങ്ങനെ നന്നാവും? അവന് ഈ അയ്യപ്പ ഭക്തന്മാരവിടെ കേട്ട് നിർബന്ധമുണ്ടോ? വളരെ മോശവും മ്ലേച്ഛവുമായ നടപടിയാണ് പിണറായിയുടെ ഗവൺമെൻറ് കാലത്ത് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.